ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? ഇന്നിപ്പോൾ ഞാനീ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല കേട്ടോ. മാഷാ അല്ലാ, ആനിക്ക് ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവന് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളീ പോകുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് റിയാദിലോട്ട് വരുന്നതിന് മുമ്പ് ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ ഇവിടെ സ്കൂളിൽ ചേർത്തുവെന്നോ ഇത്രയും ഇവിടെ നിൽക്കുമെന്നൊന്നും. പിന്നെ എനിക്ക് ഒരുപാട് ഡൗട്ടുകളും ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സ്കൂളുകളും അതുപോലെ ഇവിടുത്തെ എൻട്രൻസ് ടെസ്റ്റിനൊക്കെ മക്കൾ പാസ്സാവുമോ, അത്രയും ടഫായിരിക്കും എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ സ്കൂളിൻ്റെ ടൈമിങ്, ഫീ, ട്രാൻസ്പോർട്ടേഷൻ, സ്കൂൾ സിലബസ്, പിന്നെ ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും മലയാളികളൊന്നും ആയിരിക്കില്ല. അങ്ങനത്തെ ഒരുപാട് ഡൗട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ പല പാരൻസിനും ഇവിടെ വരുന്ന ഫസ്റ്റ് ടൈമൊക്കെ വരുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ചേർത്തുന്ന പാരൻസിനൊക്കെ ഇങ്ങനത്തെ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തേത്. അതോടൊപ്പം ഒരു കുഞ്ഞു സദ്യ ഒരുക്കിയിട്ടുള്ളതും അതിലൊരു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയിലോട്ട് പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മാർച്ച് ലാസ്റ്റൊക്കെ ആയിട്ട് ക്ലാസ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ക്ലാസ് ഫസ്റ്റ് തുടങ്ങുന്നത് മുതൽ മോനെ ക്ലാസ്സിലോട്ട് വിടാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മുടെ മുമ്പ് പഠിച്ചിട്ടുള്ള ക്ലാസ്സിലെ TCയും അതോടൊപ്പം മാർക്ക് ലിസ്റ്റും അത്യാവശ്യമാണ്, അത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അത് നാട്ടിൽ നിന്ന് ഇവന് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ അവന് അഡ്മിഷൻ എടുക്കാതിരുന്നത്. അവൻ്റെ എൻട്രൻസ് ടെസ്റ്റൊക്കെ ഫസ്റ്റ് കഴിഞ്ഞതാണ്. അതൊക്കെ കഴിഞ്ഞങ്ങനെ ഈ ഒരു TCക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ടായിട്ട് ഒരു 1 മന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അഡ്മിഷൻ എടുക്കാം. അതിൻ്റെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ അവർ പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ എപ്പോൾ വേണമെങ്കിൽ കിട്ടുന്നതാണ്. അപ്പോൾ ആനിക്ക് ഇവിടെ മലാസിലുള്ള അലിഫ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ഇവിടെ സ്കൂളിൽ ചേർത്തുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ റൂം നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് സ്കൂളിലോട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ എന്ന് ഫസ്റ്റ് നോക്കണം. ഞങ്ങൾ ഫസ്റ്റ് അതാണ് നോക്കിയത്. അല്ലെങ്കിൽ റൂമിൻ്റെ അടുത്താണ് സ്കൂൾ എന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവിടാൻ കാറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്ന പാരൻസൊക്കെ അധികം ആളും ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് രാവിലെ മോർണിംഗ് മുതൽ ഈവനിങ് വരെ ഡ്യൂട്ടി ഉണ്ടാവും. ഇവിടുത്തെ സ്കൂളിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, സ്കൂൾ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഡ്യൂട്ടി ടൈമിൽ ഇടയ്ക്ക് വന്ന് മക്കളെ പിക്ക് ചെയ്തുകൊണ്ട് റൂമിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ചിലർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വരാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ആ ഒരു റൂമിലോട്ട് അല്ലെങ്കിൽ റൂം നിൽക്കുന്ന ആ ഒരു ഏരിയയിലോട്ട് ട്രാൻസ്പോർട്ടേഷന് ഇവർ അലൗഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് സ്കൂൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ സെക്കൻഡായിട്ട് നമ്മൾ നോക്കുന്നത് ഫീ ആയിരിക്കും. ഏത് സ്കൂളാണോ ഫീ കുറവുള്ളത് അവിടെ ചേർത്താനായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് മക്കളെ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഫീ ഒന്ന് കുറവുള്ള സ്കൂള് മുൻഗണന കൊടുത്തിട്ടാണ് സ്കൂളൊക്കെ ഒന്ന് നോക്കുക. അപ്പം ഞങ്ങൾ ഈ ഒരു 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ് സ്കൂളൊക്കെ ഒന്ന് അന്വേഷിച്ച് നടന്നത്. അപ്പോൾ ഫീലാറെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷനാണ് കേട്ടോ. കാരണം ട്രാൻസ്പോർട്ടേഷൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ 3 സ്കൂൾ കണ്ടെത്തി. ആ 3 സ്കൂളിലും പോയിട്ട് അന്വേഷിച്ചു. അവിടെ ഫീയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ സ്കൂളൊക്കെ ഒന്ന് പോയി നേരിട്ട് തന്നെ പോയി കാണുക, അതിനെപ്പറ്റി എങ്ങനെയാണ് എന്താണെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ഈ ഒരു 3 സ്കൂളിലും ട്രാൻസ്പോർട്ടേഷൻ നോക്കിയപ്പോൾ ഞങ്ങളെ ഏരിയയിൽ നിന്ന് ഈ ഒരു 3 സ്കൂളാണെങ്കിലും കുറച്ച് ലോങ് ആണ്. അപ്പോൾ ലോങ് ആയതുകൊണ്ട് തന്നെ ഈ 3 സ്കൂളിൽ നിന്നും അങ്ങോട്ട് ഞങ്ങളെ റൂമിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് ട്രാൻസ്പോർട്ടേഷൻ അലൗഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ
ഒരു 10 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിലേ അവിടേക്ക് ട്രാൻസ്പോർട്ടേഷൻ അലൗഡ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. 10 കുട്ടികൾ പോയിട്ട് ഒരൊറ്റ കുട്ടി പോലും ഞങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ കിട്ടൂല എന്ന് ഉറപ്പായി. പിന്നെ വല്ല പ്രൈവറ്റ് ടാക്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയാൽ റെഡിയാവും. പക്ഷെ ഞങ്ങൾ അങ്ങനെയും നോക്കിയിട്ട് വേറെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് റെഡി ആയിട്ടില്ല. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് ഞങ്ങൾ അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ നോക്കിയത് ഫീ ആണ്. ഫീ നോക്കുമ്പം ഏകദേശം 3 സ്കൂളിലും സെയിം ഫീ തന്നെയാണ് വരുന്നത്. ചില സ്കൂളിൽ അഡ്മിഷൻ ഫീ കൂടുമ്പോൾ മന്ത്ലി ഫീ കുറച്ച് കുറവായിരിക്കും. മറ്റ് ചില സ്കൂളിൽ അഡ്മിഷൻ ഫീ കുറവാണെങ്കിലും മന്ത്ലി ഫീ കുറച്ച് കൂടുതലാണ്. അങ്ങനെ മാറ്റേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ സ്കൂളിൽ പോയി കണ്ടപ്പോഴും കുറച്ച് നല്ല സ്കൂളായിട്ട് തോന്നിയത് ഈ ഒരു അലിഫ് ഇൻ്റർനാഷണൽ സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ സ്കൂളിൽ നോക്കുമ്പോൾ കുറച്ച് ഫീ കൂടുതലുണ്ട്, എങ്കിലും കുറച്ച് മാറ്റേ ഉള്ളൂ. അപ്പോൾ സ്കൂളൊക്കെ കണ്ട് പറ്റിയപ്പോൾ ഈ ഒരു സ്കൂളിൽ ചേർത്താമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല ആനിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് ഓൺലൈൻ സ്കൂളിലാണല്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനിവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മതി എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്കൂൾ സെലക്ട് ചെയ്താൽ മാത്രം പോരാ, പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും. അത് എഴുതി പാസ്സായാൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു എൻട്രൻസ് ടെസ്റ്റിൻ്റെ സിലബസ് അവർ നമ്മൾ ചെല്ലുമ്പോൾ തരും. അതൊന്ന് ജസ്റ്റ് ഒന്ന് മക്കളെ പറഞ്ഞു കൊടുത്താൽ മതി മക്കൾക്ക്. എന്നിട്ട് ഒരു ഡേറ്റ് പറയും, ആ ഡേറ്റിൽ വന്നിട്ട് നമ്മൾ ടെസ്റ്റ് എഴുതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ചിട്ട് കുറച്ച് ടഫാണ്. കാരണം എൻ്റെ മോനിപ്പോൾ 3rd സ്റ്റാൻഡേർഡിലേക്കാണ്. അപ്പോൾ 2nd സ്റ്റാൻഡേർഡിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ടെസ്റ്റിൽ വരിക. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അറിയുമ്പോൾ 2nd സ്റ്റാൻഡേർഡിൽ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ ഡിവിഷനൊന്നും അങ്ങനെ ഒന്നും വരാറില്ല. പക്ഷേ ഇവിടെ ടെസ്റ്റിൽ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മോനെ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ അവർ പറഞ്ഞ ഡേറ്റിൽ ഞങ്ങൾ വന്നു. മോനെ ടെസ്റ്റ് എഴുതി ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ പാസ്സായി. ഇനി ഫസ്റ്റ് ടെസ്റ്റിൽ പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും റീടെസ്റ്റ് തരും. അതിൽ വന്നിട്ട് വീണ്ടും എഴുതിയാൽ മതി. പിന്നെ ട്രാൻസ്പോർട്ടേഷന് റെഡി ആയിട്ടില്ല, എങ്കിലും അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അങ്ങനെ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്മിഷൻ എടുത്താൽ മതി. പക്ഷേ അഡ്മിഷൻ എടുക്കാൻ അവർ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ പാസ്പോർട്ട്, പാരൻസിൻ്റെ പാസ്പോർട്ട്, വിസ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്ന് പറയുന്നത് പാരൻസിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ ഉണ്ട്, അതൊക്കെ സ്കൂളിൽ നിന്ന് അവർ പറയും എന്താണെന്നൊക്കെ. അങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്താൽ അങ്ങനെ അഡ്മിഷന് ഇവിടെ സ്കൂളിൽ റെഡി ആവുന്നതാണ്. അപ്പോൾ എൻ്റെ മോനെ ചേർത്തിട്ടുള്ള ആ ഒരു സ്കൂളിൽ പോയപ്പോഴുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ എല്ലാ സ്കൂളിലും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ ഞാൻ പോയപ്പോഴുള്ള ഓരോ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോം, ബുക്സും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ തരും. അപ്പോൾ അതൊക്കെ ഇവർ അഡ്മിഷൻ ഫീയിൽ പെടുന്നതാണ്. അഡ്മിഷൻ ഫീ കുറച്ച് അത്യാവശ്യം ഫീ തന്നെ വരുന്നുണ്ട്. പിന്നെ മന്ത്ലി ഫീ. അപ്പോൾ ഫീ എത്രയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അതിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ അഡ്മിഷൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് നേരത്തെ തന്നെ റൂമിലെത്തിയതുകൊണ്ട് കുളിയും എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു, ഇപ്പോൾ വിഷു ഒക്കെ അല്ലേ, എല്ലാവരും സദ്യയൊക്കെ കഴിക്കുന്ന സ്റ്റാറ്റസും ഒക്കെ കണ്ടതാണ്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഒന്ന് സദ്യ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വാഴൻ്റെ ഇല കയ്യിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ എനിക്ക് വാഴയില കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു തട്ടിക്കൂട്ടി ഒരു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ സദ്യയാണ് ഉദ്ദേശിച്ചതെങ്കിലും സദ്യയിലെ എല്ലാ വിഭവങ്ങളൊന്നുമില്ല കേട്ടോ. എങ്കിലും കുറച്ച് ചോറും അതിന് സാമ്പാറും ഒരുപാട് കൂട്ടാനുകളുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം സദ്യയിലെ ഓരോ കൂട്ടാനുകളും റെൻകാക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അതിൽ മെയിനായിട്ട് ഇഷ്ടമുള്ളത് അവിയലും സാമ്പാറും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ റെൻകാക്ക് ഇഷ്ടമുള്ള ഉപ്പേരികളും തോരനൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു സദ്യയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സാമ്പാറും പാവക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത്
ചെറുപയർ തോരനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തോരനാണ് ചെറുപയർ തോരൻ. അപ്പം ഞാൻ അതുണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് വേവ് കയറിയിട്ടുണ്ട്. വേവ് കയറാൻ കാരണം എൻ്റെ ഇവിടുത്തെ കുക്കർ വിസിലങ്ങനെ ആവി പോകുന്ന കുക്കറായിട്ടുണ്ട്. എപ്പോഴും കുക്കറിൻ്റെ വാഷർ ലൂസായി പോവും. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഒരു വാഷർ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു. 3 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കും വാഷർ ലൂസായി ആവി പുറത്തേക്ക് പോയതുകൊണ്ടാണ് ആ ഒരു ചെറുപയർ തോരന് വേവ് ഏറിപ്പോയത്. വേവ് ഏറാത്ത രീതിയിൽ ഉണ്ടാക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. ചെമ്മീൻ മാങ്ങ കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ബാക്കിയുള്ള റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, പക്ഷേ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെമ്മീൻ ഫസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് തേങ്ങ, ഒരു ചെറിയ മാങ്ങ ആയതുകൊണ്ട് ആ മാങ്ങ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അല്പം ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒരുപാട് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരു 4 അല്ലി ചെറിയ ഉള്ളും കൂടി എടുക്കണം കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പം ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് പൊട്ടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 കറിവേപ്പിലയും കൂടി ഇട്ട് അതിലോട്ട് ഈ ചമ്മന്തി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ നല്ല അടിപൊളി ചെമ്മീൻ മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ. ഇതിൽ ഞാൻ തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങ ചേർക്കാതെയാണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ മാങ്ങ കുറച്ച് നല്ല പുളിയായതുകൊണ്ടാണ് കുറച്ച് അല്പം തേങ്ങ ചേർത്തത് കേട്ടോ. തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒരു മീൻ പൊള്ളിച്ചതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പൊതുവേ സദ്യൻ്റെ കൂടെ നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല, എങ്കിലും ഞാൻ വാഴയില ഉള്ളത് കൊണ്ട് ഒരു മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വിചാരിക്കുമ്പോഴൊന്നും മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോഴൊന്നും വാഴൻ്റെ ഇല ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാകുമ്പോഴേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നമ്മുടെ ചോറും കൂടി റെഡിയാക്കി കഴിഞ്ഞു. അങ്ങനെ എല്ലാം റെഡിയായി. ഞങ്ങൾ വീക്കിലി റെൻകാക്ക് ലീവുള്ള ദിവസം ഫ്രൈഡേ എന്തെങ്കിലും ബിരിയാണിയോ അല്ലെങ്കിൽ മന്തിയോ കപ്സയോ അങ്ങനെ എന്തെങ്കിലും ആണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്രാവശ്യം ഈ വീക്കിൽ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മുടെ മട്ടേരി ചോറ്, ഞങ്ങളിവിടെ മട്ടേരിയാണ് വാങ്ങാറുള്ളത്, മട്ടേരി ചോറും എൻ്റേതായിട്ടുള്ള സദ്യയുടെ കുറച്ച് വിഭവങ്ങളും റെഡിയായി. 2-3 ദിവസം മുമ്പ് ഉമ്മാക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ ഉമ്മയൊക്കെ ഇരുന്ന് സദ്യ കഴിക്കുകയാണ്. അന്ന് വിചാരിച്ചതാണ് സദ്യ എന്തായാലും ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷേ വാഴയില കിട്ടാത്തതുകൊണ്ടാണ് ഉണ്ടാക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ വാഴയില കിട്ടി. പൊതുവേ നെസ്റ്റോയിലും ലുലുവിലൊക്കെ വാഴൻ്റെ ഇല ഉണ്ടാവാറുണ്ട്. അപ്പോൾ ലുലുവിൽ ഞങ്ങൾ പോകുമ്പോൾ എപ്പോഴും വാഴയില എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവിടെ ഭയങ്കര വിലയാണ് വാഴയിലേക്ക്. ഒരുപാട് ഒരു 2-3-4 പീസൊന്നും കിട്ടില്ല, ഒരുപാട് പീസ് ചുറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ഒന്നും നമുക്ക് എന്തായാലും വേണ്ടാന്ന് വിചാരിച്ചിട്ട് വാങ്ങാറില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ ഓഫറിന് ഇട്ടിട്ടുമുണ്ട്. അതുപോലെ ഒരുപാട് പീസൊന്നുമില്ല, ഒരു 5 പീസുള്ള വാഴയിലായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ സദ്യ ഉണ്ടാക്കുന്ന ആ ഒരു ആഗ്രഹം മാറിക്കിട്ടി. റെൻകാക്കാനോട് ഞാൻ പറയാതെ ഉണ്ടാക്കിയതാണ് കേട്ടോ സദ്യ. കാരണം കിച്ചണിക്ക് വരാത്തതുകൊണ്ട് ഒന്നും അറിയില്ല എന്താ ഉണ്ടാക്കുന്നത് ഒന്നൊന്നും. അപ്പോൾ വെള്ളിയാഴ്ച കഴിക്കാൻ വരുമ്പോൾ എന്തായാലും ഒന്നെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് പള്ളി കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ സദ്യ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കാരണം സദ്യയുടെ ആളാണ്. കഴിഞ്ഞ ദിവസം കൂടി എന്നോട് പറഞ്ഞതാണ് ഉമ്മയൊക്കെ കഴിക്കണ കണ്ടപ്പോൾ സദ്യ കഴിക്കാൻ പൂതിയായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിനും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.